സർക്കാർ അഭിഭാഷകൻ PG മനു പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ അന്വേഷണം പൂർത്തിയായെന്ന് ചോറ്റാനിക്കര പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. ഉടൻ കുറ്റപത്രം നൽകുമെന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. PG മനുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി വ്യാഴാഴ്ച പരിഗണിക്കും. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, ഇപ്പോൾ ഇതിൽ അന്വേഷണം പൂർത്തിയായി എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്? വളരെ ചുരുക്കം നിമിഷങ്ങളിലുള്ള വാദമാണ് ഹൈക്കോടതിയിൽ ഇന്ന് നടന്നത്. നടപടിക്രമങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ നിയമോപദേശം തേടിയെത്തിയ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു, ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയെന്നാണ് PG മനുവിനെതിരായ കേസ്. ചോറ്റാനിക്കര പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന്മേൽ നിലവിൽ PG മനുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇന്ന് ഈ ഹർജി ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുമ്പോഴാണ് ഇതിന്മേൽ അന്വേഷണം പൂർത്തിയായി എന്ന കാര്യം ചോറ്റാനിക്കര പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചത്. ഒപ്പം പോലീസ് അറിയിച്ച മറ്റൊരു കാര്യം, എത്രയും വേഗം കുറ്റപത്രം നൽകും, കഴിയുമെങ്കിൽ ഈ ആഴ്ച തന്നെ കുറ്റപത്രം നൽകും എന്ന കാര്യവും കൂടി ചോറ്റാനിക്കര പോലീസ് പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. തുടർന്നാണ് PG മനുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ മാസം 21 മാറ്റുകയും ചെയ്തത്. നേരത്തെ ഈ നിയമോപദേശം തേടിയെത്തിയ യുവതിയെ ലൈംഗികമായി അതിക്രമത്തിനിരയാക്കി എന്നാണ് PG മനുവിനെതിരെ ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. ഈ കേസിൽ അതിജീവിതയും നേരത്തെ കക്ഷി ചേർന്നിരുന്നു. അതിജീവിതയുടേത് ഉൾപ്പെടെയുള്ള വാദങ്ങൾ ഹൈക്കോടതി അടുത്ത ദിവസം കേൾക്കുകയും ചെയ്യും. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.